ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വിഭവം ചെത്തുമാങ്ങച്ചാറാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ട് കായവും ഉലുവയും കൂടി വറുത്തെടുക്കണം. ഇനി എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. കായ ഇടുന്നുണ്ട് കേട്ടോ. കായ ഇട്ടിട്ടുണ്ട്. മൂത്ത് വരട്ടെ. നല്ല മൂത്ത് വേണം അത് മാറ്റാൻ. കായം മാറ്റാട്ടാ കോരി. ഞാൻ ഉലുവിടാം. ഉലുവയും കായും വറുത്ത് മാറ്റി ഉണക്കമുളകും വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അച്ചാറിനുള്ള ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം കേട്ടോ. 4 ലിറ്റർ എണ്ണയാണ്. ഒഴിക്കും കേട്ടോ. അച്ചാർ ഒത്തിരി കൂടുതലുണ്ട്. നല്ലോണം തിളക്കട്ടെ എണ്ണ. എന്നിട്ട് നമുക്ക് കടുകും ഉലുവയൊക്കെ ഇടാം. ഉലുവിടാം കേട്ടോ. ഒരു 10 ഉണക്കമുളക്. കറിവേപ്പില നമ്മുടെ അറിവേപ്പില തന്നെയാണ്. ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചതാണ്. വെളുത്തുള്ളി 200 ഗ്രാം. 2 കിലോളം മാങ്ങയുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തിരി അധികം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് വാടിയിട്ട് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇടുക കേട്ടോ. ഒരു 10-25 കാണും. ഇതിൽ തന്നെ ഞാൻ കായപ്പൊടി കുറച്ചിടുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ കായപ്പൊടി കൂടി കുറച്ചിടുന്നുണ്ട്.
ഇതിൽ കൂടെ ശർക്കര ചേർക്കുന്നുണ്ട്, എണ്ണയിൽ കൂടെ തന്നെ കേട്ടോ. ശർക്കര കുറച്ച് പൊടിച്ച് വെച്ചിരുന്നതാണ്, അതിട്ടിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത്, 3 ടീസ്പൂൺ മുളക് പൊടി ഉണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് കുറച്ചിട്ടിട്ടുള്ളൂ, ഇനി കുറച്ചും കൂടി ഉപ്പിടണം. മാങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, ഇനി മാങ്ങ ഇടാം. നമുക്ക് മാങ്ങ ഇടണേ. കൂടണ്ട, മാറ്റി വയ്ക്കാൻ കുറച്ച്. കൂടിയാലോ? ഇതൊന്നും ഇവിടെ കിടക്കട്ടെ കേട്ടോ. ഞാൻ കായവും ഉലുവയും മുളകൊക്കെ വറുത്തച്ചാണ്, അത് പൊടിച്ചെടുക്കാം. ഇതാ ഉലുവ, കായം, ഉണക്കമുളക് വെളിച്ചെണ്ണയിൽ വറുത്തതാണ് ഇട്ടത്, വറുത്ത് വെച്ചിരുന്നില്ല. എന്നാൽ അത് പൊടിച്ചതാണ്, ഇതിലേക്കിടും. മാങ്ങ ഒന്ന് വാടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. നല്ലതായിട്ട് വാടി നമുക്ക് ഇന്ന് തന്നെ ഉപയോഗിക്കാം കേട്ടത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കുറേ നാൾ ഉപയോഗിക്കുകയും ചെയ്യാം. കുറേ നാൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ചീത്തയൊന്നുമില്ല. ഇളകണ്ട, ഇളകുമ്പോൾ കളറും കൂടെ ഇളകും. എല്ലാം വെളിച്ചെടുക്കണം, എല്ലാം വാട്ടിയേക്കണം. അപ്പോൾ നല്ല നിറമുണ്ട്, കണ്ടോ? ചുമന്നിരിക്കുന്നുണ്ടോ? അതിനാണ്
ശർക്കരയൊക്കെ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടത്, എണ്ണയിൽ തന്നെ ഇട്ടത്. നമുക്കിതിലേക്കേ വിനാഗിരി തിളപ്പിച്ച് വെച്ചിട്ടുള്ള വിനാഗിരിയാണ് കേട്ടോ, അതൊഴിക്കാം. വിനാഗിരി എണ്ണയൊക്കെ പൊന്തി നിൽക്കണം എന്നാണ് പറയുക ടിന്നിലാക്കി വെക്കുമ്പോൾ, എന്നാലും അച്ചാർ കേടുകൂടാതിരിക്കും എന്ന് പറയുന്നു. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ പണി. അച്ചാറുണ്ടാക്കാൻ വേഗം കഴിയും. എല്ലാം ഏനാക്കി പാകാക്കിയൊക്കെ വെച്ചിട്ട് അച്ചാറുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേഗം അച്ചാറായി. ഇത് റെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വൈകുന്നേരം കഞ്ഞി ഉണ്ടാക്കിയ കഞ്ഞിക്ക് കൂട്ടാം, കുഴപ്പമില്ല. അത് മാങ്ങയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്, ഉപ്പും പുളിയൊക്കെ ഉള്ളതല്ലേ. ഈ മാങ്ങ ഒരു ഇത്തിരി ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാവരും. ഇതൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. നമുക്ക് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ഒരു വർഷം വെളുത്തുള്ളി മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ട്, കൈവെള്ളമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കായത്തിൻ്റെയും വെളുത്തുള്ളിൻ്റെയും നല്ല നില ഉണ്ടാക്കിയത്. പിന്നെ മുളകും കായവും ഉള്ളിയൊക്കെ വറുത്ത് പൊടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കും. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.